ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മത്തി പൊള്ളിച്ചെടുക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാതെയാണ് മത്തി പൊള്ളിച്ചത്. അപ്പോൾ ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലാണ് മത്തി പൊള്ളിക്കണത്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് കടുകും ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയും കൂടി ചേർന്ന് വഴറ്റിയെടുക്കണം. ഒരു പാതി വഴന്ന് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉടഞ്ഞൊന്നും പോവണ്ട, നമുക്ക് കറി തിളയ്ക്കുമ്പോൾ വെന്തോളുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറി തിളച്ച് നമ്മുടെ പാകത്തിന് ഒരു ചെറിയ കുറുകിയ ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുന്ന അത്രയും അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം ചേർക്കാനായിട്ട്. ഇനി വെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇത് തിളയ്ക്കാനും കൂടി വെക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. മത്തി ഞാൻ വരഞ്ഞാണ് ഇട്ടേക്കണത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മത്തിയുടെ അകത്ത് നന്നായിട്ട് പിടിക്കണമെങ്കിൽ മത്തി ഒന്ന് വരഞ്ഞിരിക്കണം. വലിയ മത്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് വരഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമ്മുടെ മീനിലൊക്കെ നന്നായിട്ട് ഗ്രേവി എത്തുന്നവരെ നമ്മളൊന്ന് അതിനകത്തൊന്ന് മുക്കിയൊക്കെ വെച്ച് കൊടുക്കണം. ഒന്ന് അതിൻ്റെ പുറത്തേക്ക് ഗ്രേവിയൊക്കെ ഒഴിച്ച് അപ്പോൾ എല്ലായിടത്തേക്കും നമ്മുടെ മസാലയൊക്കെ പിടിക്കും. ഈ സമയത്തൊന്ന് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടി 1/4 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്തേക്കണം. പുളിക്ക് അത്രയും ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് ഇനി വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം, നമ്മുടെ ഗ്രേവി പാകത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാകട്ടോ ഇത് മത്തി പൊള്ളിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.